നമസ്കാരം. F&S ഫാർമ ബൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ് ബാർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡേറ്റഡ് 2019 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 4 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. എല്ലാവരും ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 61 തുടങ്ങിയാണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 61. യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് കണ്ടെയ്ൻസ് ഓപ്ഷൻ എ ആക്ടിവേറ്റഡ് ചാർക്കോൾ, ടാനിക് ആസിഡ് ആൻഡ് മെഗ്നീഷ്യം ഓക്സൈഡ്, ബി ആക്ടിവേറ്റഡ് ചാർക്കോൾ, ടാർട്ടാറിക് ആൻഡ് മെഗ്നീഷ്യം ഓക്സൈഡ്, സി ആക്ടിവേറ്റഡ് ചാർക്കോൾ, ടാർട്ടാറിക് ആൻഡ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഡി ആക്ടിവേറ്റഡ് ചാർക്കോൾ, ടാനിക് ആൻഡ് മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്. ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് 2 parts ഓഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ, 1 part ടാനിക് ആസിഡ്, 1 part മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് എന്ന് പറയുന്ന ഒരു മിക്സ്ചറാണ് ഫോംലി റെക്കമെൻഡഡ് ആസ് ആൻ ആൻറ്റിഡോട്ട്. അതായത് എക്സാക്ട് പോയിസൺ അറിയത്തില്ലെങ്കിൽ ആൻറ്റിഡോട്ടായിട്ട് ഫോംലി യൂസ് ചെയ്യുന്നതായിരുന്നു യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. ആൻറ്റിഡോട്ട് നമുക്കറിയാം ഏജൻറ്റ് ദാറ്റ് കൗണ്ടറാക്ട്സ് എ പോയിസൺ ആണ് ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 61th ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 62. Molecular formula of green vitriol is option A CuSO4 5H2O, option B FeSO4 7H2O, option C Fe2SO4 3 7H2O, D Na2B4 O7. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഗ്രീൻ വിട്രിയോൾ എന്ന് പറയുന്നത്? ക്രിസ്റ്റലൈൻ ഫെറസ് സൾഫേറ്റ് ആണ് ഗ്രീൻ വിട്രിയോൾ എന്ന് പറയുന്നത്. അതായത് ബ്ലൂയിഷ് ഗ്രീൻ കളർ ക്രിസ്റ്റലൈൻ സലൈൻ ടേസ്റ്റിംഗ് വാട്ടർ സൊല്യൂബിൾ ഹെപ്റ്റാ ഹൈഡ്രേറ്റഡ് സോളിഡ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ വിട്രിയോൾ എന്ന് പറയുന്നത്. വിട്രിയോൾ എന്ന് പറയുന്നത് കോമ്പൗണ്ട് കണ്ടെയ്നിങ് സൾഫേറ്റ് ആണ്. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹെപ്റ്റാ ഹൈഡ്രേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാ ഹൈഡ്രേറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 63. 2 important uses of apomorphine are option A analgesic and antitussive, B antispasmodic and antiemetic, C analgesic and antiemetic, D as an emetic and in Parkinsonism. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? അപ്പോമോർഫിൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഡി ആണ്, ആസ് ആൻ എമിറ്റിക് ആൻഡ് ഇൻ പാർക്കിൻസോണിസം. അപ്പോമോർഫിൻ എന്ന് പറയുന്നത് ഒരു നോൺ സെലക്റ്റീവ് ഡോപ്പമിൻ അഗോണിസ്റ്റ് ആണ്. സെറട്ടോണിൻ ആൻറ്റഗോണിസ്റ്റും ആൽഫ അഡ്രിനർജിക് ആൻറ്റഗോണിസ്റ്റും ആണ്. അപ്പോമോർഫിനെ നമ്മൾ വിയറിംഗ് ഓഫ് എപ്പിസോഡ്സ്, പാർക്കിൻസോൺസിലെ വിയറിംഗ് ഓഫ് എപ്പിസോഡ്സ്, അതായത് മസിൽ സ്റ്റിഫ്നെസ്, ലോസ് ഓഫ് മസിൽ കൺട്രോൾ, അഡ്വാൻസ്ഡ് പാർക്കിൻസോൺസിൻ കേസിൽ യൂസ് ചെയ്യാറുണ്ട്. വിയറിംഗ് ഓഫ് എപ്പിസോഡ്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഇസ് എ പൊട്ടൻറ്റ് എമിറ്റിക്കും കൂടിയാണ്. ഈ അപ്പോമോർഫിൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് വിച്ച് ഇസ് ഫോം ബൈ ദ ഡികമ്പോസിഷൻ പ്രോഡക്റ്റ് ഓഫ് മോർഫിൻ വിത്ത് ആൻ കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 64. അറ്റ് ഐസോഇലക്ട്രിക് pH ആൻ അമിനോ ആസിഡ് വിൽ എക്സിസ്റ്റ് ആസ് ഓപ്ഷൻ എ ആനയോൺ, ബി കാറ്റയോൺ, സി സ്വിറ്റർ അയോൺ, ഡി നൺ ഓഫ് ദ എബോവ്. നമ്മൾ അമിനോ ആസിഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലെ ഐസോഇലക്ട്രിക് പോയിൻ്റ് ഒക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം pH അറ്റ് വിച്ച് നെറ്റ് ചാർജ് ഓഫ് എ പ്രോട്ടീൻ ബിക്കം 0. അതായത് pH അറ്റ് വിച്ച് മോളിക്യൂൾ ക്യാരീസ് നോ നെറ്റ് ചാർജ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്ന pHനെയാണ് നമ്മൾ ഐസോഇലക്ട്രിക് pH എന്ന് പറയുന്നത്. ഫോർമുലാസൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ അമിനോ ആസിഡിൽ ചെയ്തിട്ടുണ്ട്. PI, PHI, IEP എന്നൊക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐസോഇലക്ട്രിക് pHനെ. അപ്പോൾ ഈ ഐസോഇലക്ട്രിക് pHൽ കോൺസെൻട്രേഷൻ ഓഫ് സ്വിറ്റർ അയോൺസ് ആയിരിക്കും കൂടുതൽ. അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് സ്വിറ്റർ അയോൺ ആയിട്ടായിരിക്കും. സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ അയോൺ ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് വിത്തിൻ ദ സെയിം മോളിക്യൂൾ കാണപ്പെടുന്ന ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള അയോണാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 65. The safety of a drug is more if the therapeutic index is option A less than 1, option B 1, C greater than 1, D none of the above. തെറാപ്യൂട്ടിക് ഇൻഡെക്സും സേഫ്റ്റി തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? റേഷ്യോ ഓഫ് ദ ഡോസ് ദാറ്റ് പ്രൊഡ്യൂസ് ടോക്സിസിറ്റി ടു ദ ഡോസ് ദാറ്റ് പ്രൊഡ്യൂസ് എ ക്ലിനിക്കലി ഡിസൈർഡ് എഫക്റ്റ്. അതിനാണ് നമ്മൾ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോസ് ടു ദ ക്ലിനിക്കലി എഫിഷ്യൻറ്റ് ഡോസ്. TD50 ഡിവൈഡഡ് ബൈ ED50 ആണ്. ഒരു ഡ്രഗ് സേഫ് ആണെങ്കിൽ എപ്പോഴും ഈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ലാർജർ ദ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് സേഫർ ദ ഡ്രഗ്സ് ആണ്. സോ കറക്റ്റ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 66. വിച്ച് ഇസ് കോൾഡ് ബ്രിട്ടീഷ് ആൻറ്റി ലൂയിസെറ്റ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ബ്രിട്ടീഷ് ആൻറ്റി ലൂയിസെറ്റ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മെക്ലോറത്താമീൻ, ബി സാറിൻ,
സി ഡിഫ്ലോക്സ്, ഡി ഡൈമർകാപ്രോൾ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഡൈമർകാപ്രോൾ. നമുക്കറിയാം ഡൈമർകാപ്രോൾ എന്ന് പറയുന്നത് ഒരു കിലേറ്റിംഗ് ഏജൻ്റ് ആണ്. ഹെവി മെറ്റൽ സച്ചസ് ലെഡ്, മെർക്കുറി ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആർസനിക്, ഗോൾഡ് ഓർ മെർക്കുറി പോയ്സണിങ്ങിനും അതുപോലെ തന്നെ ലെഡ് പോയ്സണിങ്ങിൽ ഡൈസോഡിയം ഇഡിറ്റേറ്റ് കൂടെ യൂസ് ചെയ്യുന്നതാണ് ഡൈമർകാപ്രോൾ എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ ഇൻടു ദ മസിലായിട്ടാണ് സാധാരണ രീതിയിൽ കൊടുക്കാറ്. ഓപ്ഷൻ എയിലെ മെക്ലോറിതാമീൻ എന്ന് പറയുന്നത് ഒരു നൈട്രജൻ മസ്റ്റാർഡ് ആൽക്കലേറ്റിംഗ് ഏജൻ്റ് ആണ്. സറീനും ഡിഫ്ലോക്സും നമുക്കറിയാം ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. എക്സാമ്പിൾ ഫോർ സെലക്റ്റീവ് ആൽഫ ടു അഡ്രിനർജിക് ബ്ലോക്കർ. ഓപ്ഷൻ എ ഫെൻറ്റോളാമീൻ, ബി യോഹിംപിൻ, സി ക്ലോർപ്രമാസിൻ, ഡി പ്രാസോസിൻ. ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ആൽഫ ടു അഡ്രിനർജിക് ബ്ലോക്കർ? അപ്പോൾ നമുക്ക് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കറിനെ നമുക്ക് നോൺ സെലക്റ്റീവ് എന്ന് ക്ലാസിഫൈ ചെയ്യാം, മിസലേനിയസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. നോൺ സെലക്റ്റീവിൽ വരുന്നതാണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. നോൺ സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ ആൽഫ 1നെയും ആൽഫ 2നെയും ബ്ലോക്ക് ചെയ്യും. റിവേഴ്സിബിളിൻ്റെ എക്സാമ്പിളാണ് ഫെൻറ്റോളാമീനും ടൊലാസോളിനും. ഇറിവേഴ്സിബിളിൻ്റെ എക്സാമ്പിളാണ് ഫിനോക്സി ബെൻസാമീന്. സെലക്റ്റീവിൻ്റെ എക്സാമ്പിൾ ആൽഫ 1ൽ വരുന്നതാണ്. ആൽഫ 1 ബ്ലോക്കറാണ് പ്രാസോസിൻ, ടെറാസോസിൻ, ടോക്സാസോസിൻ, അൽഫാസോക്സിൻ, ടമോസിലോസിൻ. ദെൻ ആൽഫ 2ൽ വരുന്നതാണ് യോഹിംപിൻ, അതുപോലെ തന്നെ ഇഡാസോക്സാൻ. സോ ആൽഫ 2 ബ്ലോക്കറിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഓപ്ഷൻ ബി യോഹിംപിൻ. ക്വസ്റ്റ്യൻ നമ്പർ 68. എക്സാമ്പിൾ ഫോർ കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ. ഓപ്ഷൻ എ അറ്റനലോൾ, ബി ടിമലോൾ, സി സോട്ടലോൾ, ഡി പിൻറ്റലോൾ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ? കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്നത് ബീറ്റ 1 സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കറാണ്. അതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? മെറ്റോപ്രലോൾ, അറ്റനലോൾ, നെബിവലോൾ, അസിബ്യൂട്ടലോൾ, ബിസോപ്രലോൾ, മെറ്റാക്സലോൾ, എസ്മലോൾ ഒക്കെയാണ് സാധാരണ രീതിയിൽ കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സിൽ വരുന്നത്. അതിൽ ഇൻട്രൻസിക് സിമ്പത്തോമിമെറ്റിക് പ്രോപ്പർട്ടി, അതായത് പാർഷ്യൽ അഗോണിസ്റ്റിക് ആക്ടിവിറ്റി അറ്റ് ബീറ്റ 1 ഉള്ളതാണ് അറ്റ് ബീറ്റ 1, ബീറ്റ 2 ഓർ ബോത്ത്. പാർഷ്യൽ അഗോണിസ്റ്റിക് ആക്ടിവിറ്റി ബീറ്റ 1ലോ ബീറ്റ 2ലോ ബോത്തിലോ ഉള്ളതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് സിമ്പത്തോമിമെറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. വിത്ത് ഇൻട്രൻസിക് സിമ്പത്തോമിമെറ്റിക് ആക്ടിവിറ്റി ബീറ്റ സെലക്റ്റീവിൻ്റെ എക്സാമ്പിളാണ് അസിബ്യൂട്ടലോൾ. ബാക്കിയെല്ലാം വിത്തൗട്ട് ഇൻട്രൻസിക് സിമ്പത്തോമിമെറ്റിക് ആക്ടിവിറ്റിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 69. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൾഫോണമൈഡ് ഇസ് അപ്ലൈഡ് ടോപ്പിക്കലി? ഓപ്ഷൻ എ സൾഫാമെത്തോക്സിപ്രിഡാസിൻ, ബി സൾഫാസെറ്റമൈഡ് സോഡിയം, സി സൾഫാഗുവാനൈഡ്, ഡി സക്സനൈൽ സൾഫാതയോസോൾ. കറക്റ്റ് ആൻസർ ഏതാണ് 69th ക്വസ്റ്റ്യൻ്റെത്? ഓപ്ഷൻ ബി ആണ് സൾഫാസെറ്റമൈഡ് സോഡിയം. സൾഫ ആൻറ്റിബയോട്ടിക് ആണ് സൾഫാസെറ്റമൈഡ് സോഡിയം എന്ന് പറയുന്നത്. ഒപ്താൽമിക് പ്രിപ്പറേഷനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതായത് ബാക്ടീരിയൽ ഐ ഇൻഫെക്ഷൻ, കൺജക്റ്റിവൈറ്റിസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബ്രോഡ് സ്പെക്ട്രം ആക്ഷൻ. ആൻറ്റി ഇൻഫെക്റ്റീവ് ടോപ്പിക്കൽ ഏജൻറ്റ് ടു ട്രീറ്റ് സ്കിൻ ഇൻഫെക്ഷന് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ഓറൽ ഏജൻ്റായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 70. എക്സാമ്പിൾ ഫോർ ബെൻസോഡാസെപ്പീൻ ആൻറ്റഗോണിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഫ്ലുമാസനിൽ, ബി സോപ്പിക്ലോൺ, സി ഫ്ലൂസൈറ്റോസിൻ, ഡി സോൾപിഡിം. ഏതാണ് ബെൻസോഡാസെപ്പീൻ ആൻറ്റഗോണിസ്റ്റ്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്. ഫ്ലുമാസനിൽ എന്ന് പറയുന്നത് ഒരു ഗാബ എ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. ഇഞ്ചക്ഷനായിട്ടോ ഇൻട്രാനേസലി ആയിട്ടോ ഓറ്റിക് ഇൻസേർഷനായിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ്. ഇറ്റ് ആക്ട്സ് ബോത്ത് ആസ് ആൻ ആൻറ്റഗോണിസ്റ്റ് ആൻഡ് ആൻറ്റിഡോട്ട് ടു ബെൻസോഡാസെപ്പീൻ. എങ്ങനെയാണ്? ത്രൂ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ് മെക്കാനിസം. ക്വസ്റ്റ്യൻ നമ്പർ 71. Allopurinol act by inhibiting the enzyme. Option A monoamine oxidase, B aldehyde dehydrogenase, C xanthine oxidase, D superoxide dismutase. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി. അല്ലോപ്യൂറിനോൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റിഗൗട്ട് ഏജൻ്റ് ആണ്. ബ്ലഡിൽ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ലെവൽസ് ഡിക്രീസ് ചെയ്യാൻ, ബ്ലഡിലെ യൂറിക് ആസിഡ് ലെവൽസ് ഡിക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏജൻ്റാണ്. സ്പെസിഫിക് ടൈപ്സ് ഓഫ് കിഡ്നി സ്റ്റോൺസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കീമോതെറാപ്പി അസോസിയേറ്റഡ് ഇൻക്രീസ് യൂറിക് ആസിഡ് ലെവൽസ്, ആ കേസിലും നമ്മൾ അല്ലോപ്യൂറിനോൾ കൊടുക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 72. How much of 10% KCl solution is required to prepare 1 liter of 4% solution? Option A 40 ml, option B 50 ml, option C 200 ml, option D 400 ml. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യും? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ഫോർമുല ഉണ്ട്. C1V1 = C2V2. ആ ഫോർമുലയുടെ ബേസിൽ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന C1 എന്ന് പറയുന്നത് എന്താണ്? 10% ആണ് അല്ലേ? ഹൗ മച്ച് ഓഫ് 10% KCl സൊല്യൂഷൻ ആണ്. ലാസ്റ്റ് 4% സൊല്യൂഷനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. സോ C1 എന്ന് പറയുന്നത് 10 ആണ്. V1 നമുക്കറിയില്ല, വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 10 × V1 = നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? C2 തന്നിട്ടുണ്ട് 4% ആണ്. V2 തന്നിട്ടുണ്ട്. V2 എന്താ തന്നിരിക്കുന്നത്? 1 ലിറ്റർ.
സിൻസ് ആൻസർ എല്ലാം എം എല്ലിലായതുകൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്തിട്ട് എം എല്ലിലോട്ടാക്കാം, അതായത് 1000. സോ C1V1 = C2V2 അപ്ലൈ ചെയ്യുമ്പോൾ 10 × V1 = 4 × 1000 എന്ന് കിട്ടും. V1 = 4 × 1000 / 10, that is equal to 400 ml എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 73. Eugenol is a chief constituent in ഓപ്ഷൻ എ ഫെനൽ, ബി ക്ലോവ്, സി നട്ട്മഗ്, ഡി കൊറിയാൻഡർ. നമുക്കറിയാം യൂജിനോൾ എന്ന് പറയുന്നത് ഒരു കളർലെസ് അറോമാറ്റിക് ഓയിലി ലിക്വിഡാണ് വിച്ച് ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സർട്ടൺ എസെൻഷ്യൽ ഓയിൽസസ്, എസ്പെഷ്യലി ക്ലോവ് ഓയിലിൽ നിന്ന്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 74. വിച്ച് ടെസ്റ്റ് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആന്ത്രാക്വിനോൺ സി ഗ്ലൈക്കോസൈഡ്? ഓപ്ഷൻ എ ബോൺട്രാങ്കേഴ്സ് ടെസ്റ്റ്, ബി കെല്ലർ-കില്ലാനി ടെസ്റ്റ്, സി ഫോം ടെസ്റ്റ്, ഡി മോഡിഫൈഡ് ബോൺട്രാങ്കേഴ്സ് ടെസ്റ്റ്. ബെസ്റ്റ് സ്യൂട്ടഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്ത്രാക്വിൻ സി ഗ്ലൈക്കോസൈഡിന് കണ്ടുപിടിക്കാൻ ബെസ്റ്റ് സ്യൂട്ടഡ് ഏതാണ്? ഓപ്ഷൻ ഡി മോഡിഫൈഡ് ബോൺട്രാങ്കേഴ്സ് ടെസ്റ്റ് തന്നെയാണ്. മോഡിഫൈഡ് ബോൺട്രാങ്കേഴ്സ് ടെസ്റ്റിൽ നമ്മൾ 1 gram ഓഫ് ദ ഡ്രഗ് സാമ്പിൾ 5 ml ഡൈലൂട്ട് HCl ഇട്ട് ട്രീറ്റ് ചെയ്ത് അതിനുശേഷം 5 ml ഫെറിക് ക്ലോറൈഡ് ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് 10 minutes വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യും. ഇതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യും. ഈ ഫിൽട്രേറ്റ് എക്സ്ട്രാക്റ്റ് നമ്മൾ ക്ലോറോഫോം അല്ലെ ബെൻസിൻ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യും. പിങ്ക് ടു റെഡ് കളർ അപ്പിയർ ചെയ്താൽ അത് ആന്ത്രാക്വിനോൺ സി മൊയിറ്റിയുടെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഇനി ബോൺട്രാങ്കേഴ്സ് ടെസ്റ്റ് ഉണ്ട്. ബോൺട്രാങ്കേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 gram ഓഫ് ഡ്രഗ് എടുക്കും, അത് 5 to 10 ml ഇതുപോലെ തന്നെ ഡൈലൂട്ട് HCl ഇട്ട് ട്രീറ്റ് ചെയ്യും, 10 minutes ബോയിൽ ചെയ്യും. ഇവിടെ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യില്ല. വാട്ടർ ബാത്തിൽ ബോയിൽ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യും. എക്സ്ട്രാക്ട് ഓഫ് ദ ഫിൽട്ടർ ക്ലോറോഫോം അല്ലെ ബെൻസിൻ ഇട്ട് ട്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ അമോണിയം സൊല്യൂഷൻ ആഡ് ചെയ്യും ഫിൽട്രേറ്റിലേക്ക്, എന്നിട്ട് ഷേക്ക് ചെയ്യും. പിങ്ക് കളർ എന്ന് പറയുന്നത് ആന്ത്രാക്വിനോൺ, റെഡ് കളർ ഉണ്ടായാൽ ആന്ത്രാക്വിനോൺ മൊയിറ്റിയാണ് കാണിക്കുന്നത്. സോ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ആന്ത്രാക്വിനോൺ സി എന്ന് പറയുന്നത് മോഡിഫൈഡ് ബോൺട്രാങ്കർ ആണ്. കെല്ലർ-കില്ലാനി എന്ന് പറയുന്നത് കാർഡിക് ഗ്ലൈക്കോസൈഡിൻ്റെ ടെസ്റ്റാണ്. ഫോം ടെസ്റ്റ് എന്ന് പറയുന്നത് സാപ്പലിൻ ഗ്ലൈക്കോസൈഡ്സിൻ്റെ ടെസ്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 75. When Klunk's test was conducted with a sample of alloys, a wine red color was obtained. The sample may be option A Socotra alloys, B Zanzibar alloys, C Curaçao alloys, D Cape alloys. എന്താണ് ക്ലങ്സ് ടെസ്റ്റ്? കുപ്രലിയോൺ ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലങ്സ് ഐസോബാർബിലോൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 10 ml of 0.4% weight by volume aqueous solution of alloyയിലേക്ക് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തതിന് ശേഷം 1 gram ഓഫ് NaClഉം 20 drops ഓഫ് എത്തനോളും ആഡ് ചെയ്യുക. 90% വോളിയം ബൈ വോളിയം എത്തനോളും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓഫ് ഷെയ്ഡ് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ഉണ്ടാക്കും. അതാണ് പ്രസൻസ് ഓഫ് അലോയ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കുറാക്കോ അലോയ് ആണെങ്കിൽ ഒരു വൈൻ റെഡ് കളർ വിച്ച് ലാസ്റ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് തരും. കേപ്പ് അലോയ് ഫെയിൻറ്റ് കളറേഷൻ ആയിരിക്കും വിച്ച് ചേഞ്ചസ് ടു യെല്ലോ ക്വിക്ലി. സൊക്കോട്രൻ അലോയിൻ്റെ പ്രത്യേകത നോ കളറേഷൻ, സാൻസിബറും കളർ തരില്ല. അപ്പോൾ ക്ലങ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഏതാണ്? കുറാക്കോ അലോയ്സ് ആണ് വൈൻ റെഡ് കളർ തരുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. Question number 76. Which of the following drug prevent mast cell degranulation? Option A sodium chromoglycate, B disodium ADT8, C sodium sulfosuccinate, D sodium pentothal. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ് ആണ്. സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ് എന്ന് പറയുന്നത് ഒരു മാസ്റ്റ് സെൽ സ്റ്റെബിലൈസർ ആണ്. സാധാരണ രീതിയിൽ ആസ്മ സിംറ്റംസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് സർട്ടൺ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസിൽ എക്സ്പോഷർ ചെയ്യുമ്പോൾ ആസ്മ ഉണ്ടാവും. ആ ആസ്മയിലെ സിംറ്റംസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിത് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 77. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ അനലപ്റ്റിക് ഡ്രഗ്? എ നിക്കോട്ടിനിക് ആസിഡ്, ബി നിക്കോറാൻറ്റൻ, സി നെക്ലോസമൈഡ്, ഡി നിക്കിത്താമൈഡ്. എന്താണ് അനലപ്റ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ? അനലപ്റ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻസ് ആണ്. വൈഡ് വെറൈറ്റി ഓഫ് മെഡിക്കേഷൻസിൻ്റെ അകത്ത് വരും. ടു ട്രീറ്റ് ഡിപ്രഷൻ, അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിഷ്യറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് അനലപ്റ്റിക് ഏജൻസിൽ വരും. നിക്കിത്താമൈഡ് എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലൻ്റ് ആണ്. ഇറ്റ് ഇസ് എ സിന്തറ്റിക് അനലോഗും കൂടിയാണ്. അനലപ്റ്റിക് ഏജൻസിൻ്റെ എക്സാമ്പിളാണ് നിക്കിത്താമൈഡ്, എത്താമെറാൻ, പെൻറ്റലിൻ ടെട്രസൈഡ്, ഡോക്സാപ്രാം, സ്ട്രെച്ചിനൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 78. Gum hyperplasia is associated with long-term use of option A phenylbutazone, B phenytoin, C phenetramine, D phenobarbital.
ഏതാണ് ഗം ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത്? സൈഡ് എഫക്ട് ലോങ് ടേം യൂസ് ഓഫ് ഫെനിറ്റോയിൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 79. വിച്ച് ക്ലാസ് ഓഫ് ഡ്രഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ചീസ് റിയാക്ഷൻ? ഓപ്ഷൻ എ AZ ഇൻഹിബിറ്റേഴ്സ്, ബി COX ഇൻഹിബിറ്റേഴ്സ്, ഓപ്ഷൻ സി MAO ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി COMT ഇൻഹിബിറ്റേഴ്സ്. ഏത് ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ചീസ് റിയാക്ഷൻ ഉണ്ടാക്കുന്നത്? കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി. എന്താണ് ചീസ് റിയാക്ഷൻ? ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് അറ്റാക്ക് ഓഫ് ഹൈപ്പോടെൻഷൻ ആണ്. സാധാരണ രീതിയിൽ മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ ഗ്രൂപ്പിൽ പെടുന്ന ഡ്രഗ്സ് കഴിക്കുന്ന പേഷ്യൻസിലുള്ള ഉണ്ടാകുന്ന അക്യൂട്ട് അറ്റാക്ക് ഓഫ് ഹൈപ്പർ ടെൻഷനാണ്. എപ്പോഴാണ് ഇതുണ്ടാകുന്നത്? മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ ഡ്രഗ്സ് കഴിക്കുന്ന പേഷ്യൻറ്റ് ചീസ് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ചില പിക്കിൾസ്, ഈസ്റ്റ് എക്സ്ട്രാക്റ്റ്, ചില വൈൻസ് അതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ഫുഡ് സ്റ്റഫ്സിലൊക്കെയുള്ള ടൈറാമീൻ മാവോ ഇൻഹിബിറ്റേഴ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു അക്യൂട്ട് അറ്റാക്ക് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 80. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡ്രഗ് ഇസ് യൂസ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് സൈക്ലോഫോസ്ഫമൈഡ് ഇൻഡ്യൂസ് ഹെമറാജിക് സിസ്റ്റൈറ്റിസ്? ഓപ്ഷൻ എ മെസ്ന, ബി ബാൾ, സി തയോട്ടപ്പ, ഡി 5FU 5-fluorouracil. ഏത് ഡ്രഗാണ് നമ്മൾ സൈക്ലോഫോസ്ഫമൈഡ് ഇൻഡ്യൂസ്ഡ് ഹെമറാജിക് സിസ്റ്റൈറ്റിസിന് ട്രീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്, റിസ്ക് കുറയ്ക്കാനായിട്ട് കൊടുക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മെസ്നയാണ്. ഇറ്റ് ഇസ് എ മെഡിക്കേഷൻ ആണ്. അതായത് സൈക്ലോഫോസ്ഫമൈഡ് കഴിക്കുന്ന പേഷ്യൻസിന് റിസ്ക് ഓഫ് ബ്ലീഡിങ് ഫ്രം ബ്ലാഡർ കുറയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കേഷനാണ് മെസ്ന. ഐദർ മൗത്ത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഇൻറ്റു വെയിനായിട്ട് നമുക്ക് കൊടുക്കാം. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇതോടുകൂടി പാർട്ട് 4 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. യൂസ്ഫുള്ളായി തോന്നിയാൽ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.